വിനേഷ് ഫോഗട്ട് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഒളിമ്പിക്സ് അയോഗ്യതയ്ക്ക് പിന്നാലെയാണ് വിനേഷിന്റെ വിരമിക്കൽ പ്രഖ്യാപനം. റെസ്ലിംഗിനോട് വിട പറയുന്നുവെന്നും എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വിനേഷ് വ്യക്തമാക്കി. ഇനി മത്സരിക്കാൻ ശക്തിയില്ലെന്നും വിനേഷ് കുറിച്ചു. നിങ്ങളുടെ സ്വപ്നങ്ങൾ, എന്റെ ധൈര്യമെല്ലാം തകർന്നെന്നും ഇതിൽ കൂടുതൽ ശക്തി തനിക്കില്ലെന്നും വിനേഷ് ഫോഗട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവരും തന്നോട് ക്ഷമിക്കണമെന്നും വിനേഷ് എക്സിൽ കുറിച്ചു. ഞാൻ തോറ്റു, ക്ഷമിക്കണം. നിങ്ങളുടെ സ്വപ്നം, എന്റെ ധൈര്യമെല്ലാം തകർന്നു. ഇതിൽ കൂടുതൽ ശക്തി എനിക്കില്ല. വിട ഗുസ്തി 2001-2024. നിങ്ങളോടെല്ലാം ഞാനെന്നും കടപ്പെട്ടിരിക്കും. ക്ഷമിക്കണമെന്നായിരുന്നു എക്സിൽ ഹിന്ദിയിൽ വിനേഷ് കുറിച്ചത്. ഒളിമ്പിക്സിൽ അയോഗ്യതയാക്കപ്പെട്ടതിനെ തുടർന്ന് നേരത്തെ വിനേഷ് ഫോഗട്ട് കായിക തർക്ക പരിഹാര കോടതിയെ സമീപിച്ചിരുന്നു. വെള്ളി മെഡൽ നൽകണമെന്ന ആവശ്യവുമായാണ് താരം കായിക കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതു സംബന്ധിച്ച ഇടക്കാല ഉത്തരവ് വരാനിരിക്കെയാണ് അതിന് കാത്തുനിൽക്കാതെ വിനേഷ് ഫോഗട്ട് വിരമിച്ചിരിക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിൽ 50 കിലോഗ്രാം വിഭാഗത്തിലെ ഫൈനൽ നടക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെയാണ് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയായി പ്രഖ്യാപിച്ചത്. മത്സരത്തിന് മുന്നോടിയായി നടന്ന ശരീരഭാര പരിശോധനയിൽ താരം പരാജയപ്പെടുകയായിരുന്നു. ഇന്നലെ രാവിലെ നടത്തിയ ഭാരപരിശോധനയിൽ താരത്തിന്റെ ശരീരത്തിന് 100 ഗ്രാം അധിക ഭാരമുള്ളതായി കണ്ടെത്തുകയായിരുന്നു. ഇതിന് പിന്നാലെ വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യത അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. താരത്തെ മെഡൽ പട്ടികയിൽ അവസാന സ്ഥാനക്കാരിയായി രേഖപ്പെടുത്തുമെന്നാണ് IOC അറിയിച്ചിരിക്കുന്നത്. സെമി ഫൈനലിൽ വിനേഷ് ഫോഗട്ട് പരാജയപ്പെടുത്തിയ ക്യൂബൻ താരം ഫൈനലിൽ മത്സരിക്കും. അന്താരാഷ്ട്ര ഗുസ്തി നിയമത്തിലെ ആർട്ടിക്കിൾ 11 അനുസരിച്ചാണ് ക്യൂബൻ താരം മത്സരിക്കുന്നത്. വിനേഷ് ഫോഗട്ട് ക്വാർട്ടറിൽ തോൽപ്പിച്ച യുക്രൈൻ താരം വെങ്കൽ മെഡൽ പോരാട്ടത്തിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇതിനിടെ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യതയിൽ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്കെതിരെ അന്വേഷണം ആരംഭിക്കുമെന്ന് ദേശീയ ഗുസ്തി ഫെഡറേഷൻ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.